ഗൈസ്, ഇതാണ് എൻ്റെ ഡ്രോയിങ് ബുക്ക്. ഫസ്റ്റ് പേജിൽ തന്നെ ഞാൻ വരച്ചിരിക്കുന്ന ഒരു കോഴിയാണ്. സെക്കൻഡ് പേജിൽ വരച്ചിരിക്കുന്ന ഒരു വീടിന് കാലിൽ നിൽക്കുന്ന ഒരു പട്ടിയെയാണ് ഗൈസ്. അതിൻ്റെ കൂടും ഉണ്ട് ഗൈസ്. അടുത്ത പടം ഒരു പൂച്ച ഒരു കൂടയിൽ വെള്ളത്തിൽ കളിക്കുന്നതാണ്. പൂച്ചയുടെ അടുത്ത് തന്നെ ഒരു തവളയും ഉണ്ട്. അത് കഴിഞ്ഞ് അടുത്ത പടം എൻ്റെ സങ്കല്പത്തിലുള്ള എൻ്റെ സ്കൂളാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ടുള്ള പടം റബ്ബറും സ്കെയിലും ഷാർപ്നറും കോമ്പസും ഡിവൈഡറുമുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലെ സാധനങ്ങളാണ്. അടുത്ത പടം മലകളും മരങ്ങളും പുഴയുമുള്ള ഒരു ചെറിയൊരു സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ടുള്ളത് ഒരു 3D സർക്കിളാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ടുള്ളത് ഇന്ത്യയാണ്. അത് കഴിഞ്ഞിട്ടുള്ളത് കേരളയാണ്. അത് കഴിഞ്ഞിട്ടുള്ളത് 3D ഇമേജസ് ആണ് ഗൈസ്. അടുത്തതാണ് ഒരു പൂച്ച ഒരു മരത്തിൻ്റെ കൊമ്പിൽ തൂങ്ങി നിൽക്കുന്നതാണ്. ക്യൂട്ട് പൂച്ചയാണ് ഗൈസ്. അടുത്തതൊരു ചെറിയ മുയൽ പൂ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഗൈസ്. ഇത്രയുള്ളൂ ഗൈസ് എൻ്റെ പടങ്ങൾ. ഇനി അച്ചുവിൻ്റെ പടത്തിലോട്ട് പോകാം. ഇതാണ് എൻ്റെ ഡ്രോയിങ് ബുക്ക്. അപ്പം നമുക്ക് നേരെ കാണിക്കാൻ തുടങ്ങാം. അപ്പം ഇത് ഫസ്റ്റ് തന്നെ ഉള്ള പിക്ചർ ഒരു ഗ്ലാസ് ആണ് കേട്ടോ. അടുത്ത പിക്ചർ ഒരു വീടാണ് കേട്ടോ. ഒരു വീടും പിന്നെ 2 തെങ്ങും ഒരു സൂര്യനും 2 മലയും ഉള്ള വീടാട്ടോ. പിന്നെ ഒരു കുട്ടി കയ്യിൽ ഇങ്ങനെ പിടിച്ച് ആ ഭൂമിയിൽ ഇങ്ങനെ ചെടികൾ ഇങ്ങനെ വരുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അടുത്തത് ഒരു മരവും ഒരു പൂക്കളും ഒക്കെ ഉള്ളതാണ്. അടുത്തത് ഒരു പെൺകുട്ടി ഒരു പൂ പറിക്കണതും പിന്നെ ഒരു മരവും ഉള്ളതാണ്. എനിക്ക് അങ്ങോട്ടേക്കൊന്നും തിരിയുന്നില്ല. ഒരു പെൺകുട്ടി പൂക്കൾ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അടുത്തത് ഒരു വീടാട്ടോ. 2 വീടും വാഴക്കൊല എന്തായിരുന്നു അതിൻ്റെ പേര്, വാഴക്കൊല സംഭവങ്ങളാണ്. അടുത്തതായിട്ട് ഞാൻ ബോറടിച്ചപ്പോൾ വരച്ചതാണ് കേട്ടോ. എന്തൊക്കെയോ ഞാൻ വരച്ചിരിക്കാനും അറിഞ്ഞുടങ്ങി ചെയ്യുന്നത്. അടുത്തത് വീടാട്ടോ വരച്ചേക്കുന്നത്. ഒരു വീടും ചെടികളൊക്കെ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഫ്ലവർ വേസ് ആണ്. അടുത്തത് ഒരു വീടില്ല, മലകളൊക്കെ ഉള്ളതാണ്. 4 കുട്ടികളുണ്ട്. അടുത്ത ഒരു കൃഷ്ണനെ വരച്ചതാട്ടോ. ഇതാണ് എൻ്റെ ഡ്രോയിങ് ബുക്ക്. ഗൈസ്, എനിക്ക് ഒരു ചെറിയ ബുക്കും കൂടി ഉണ്ട്. ഡ്രോയിങ് ബുക്കാട്ടോ. ഫസ്റ്റ് പേജിൽ ഒരു വീടും മരങ്ങളുമുള്ള ഒരു ചെറിയ ഗ്രാമമാണ് ഗൈസ്. സെക്കൻഡ് പേജിലുള്ളത് കോമ്പസും പെൻസിലും സ്കെയിലും ഒക്കെയുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സിലെ ഉപകരണങ്ങളാണ്. അടുത്തത് ഗൈസ് ഒരു ഉണങ്ങിയ മരവും അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന മതിലും ചന്ദ്രനെയും ഉള്ള ഒരു പടമാണ്. അടുത്ത പടം ഒരു വെള്ളച്ചാട്ടമാണ് ഗൈസ്. പിന്നെയുള്ളത് ബനാനയും ആപ്പിളും ഓറഞ്ചും പൊമഗ്രാനൈറ്റും വാട്ടർമെലനുമാണ്. അടുത്തത് ഒരു 3D എഫക്റ്റ് വന്ന 2 ബോക്സുകളാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള
വിഷയം മാത്സിനെ കുറിച്ച് ഞാൻ വരച്ചു വെച്ചതാണ് ഗൈസ്. പിന്നെ ഞാൻ ഡ്രോയിങ് ക്ലാസ്സിന് പോയപ്പോൾ എന്നോട് വരയ്ക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വരച്ച പടമാണ് ഗൈസ്. ഇത് മലകളും വീടുകളും ഉള്ളൊരു ഗ്രാമമാണ്. അടുത്ത പടം ഫുട്ബോൾ പ്ലെയർ റൊണാൾഡോയുടെയും മെസ്സിയുടെയുമാണ്. അത് കഴിഞ്ഞിട്ടുള്ളത് ഒരു കാർട്ടൂണിലെ ആളുകളുടെ ഉപകരണങ്ങളാണ്. അടുത്തത് ഒരു വാട്ടർ ബോട്ടിലാണ് ഗൈസ്. പിന്നെ ഞാൻ വരച്ചിരിക്കുന്ന ഐസ്ക്രീമാണ്. 2 ഐസ്ക്രീം ഉണ്ട് ഗൈസ്. പിന്നെ ഒരു കപ്പ് ഉണ്ടാക്കാനുള്ള മെത്തേഡ്സ് ആണ്. പിന്നെ ഉള്ളത് ഒരു പപ്പീനെ ഉണ്ടാക്കാനുള്ള മെത്തേഡ്സ് ആണ്. പിന്നെ ഉള്ളത് യൂട്യൂബ് പ്ലേ ബട്ടനുമാണ് ഗൈസ്. ഇതൊക്കെ കിട്ടിയായിരുന്നേ കൊള്ളായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തത് ഒരു സ്മൈലി ബോളാണ് ഗൈസ്. അടുത്തത് ഒരു 3D റുബിക്സ് ക്യൂബാണ്. പിന്നെ ഞാൻ വരച്ചിരിക്കുന്ന ഒരു 3D തോന്നിപ്പിക്കുന്ന ഒരു പേനയാണ്. പിന്നെ ഒരു ചെറിയൊരു ക്യൂട്ട് പൂച്ചയാണ് ഗൈസ്. അടുത്തത് ഒരു സ്മാഷ്മെല്ലോ എന്ന് പറഞ്ഞ ഒരാളാണ് ഗൈസ്. പിന്നെ എൻ്റെ സങ്കല്പത്തിലുള്ള TV സ്റ്റാൻഡാണ് ഗൈസ് ഇത്. അപ്പുറത്തെ പേജിലുള്ളത് ഒരു 3D വാട്ടർ ഡ്രോപ്പും ബാറ്റ്മാനുമാണ് ഗൈസ്. പിന്നെ ഒരു ബൈക്കിൻ്റെ കുറച്ച് ഭാഗം ഞാൻ വരച്ചു വെച്ചു, ബാക്കി വരച്ചില്ല. അപ്പുറത്ത് ഒരു 3D ലംബോർഗിനി ഉണ്ട്. പിന്നെ ഉള്ളത് ഒരു സർക്കിളും വെച്ച് ഞാൻ വരച്ച ഒരു പടമാണ്. പിന്നെ ഞാൻ വെറുതെ ബോറടിച്ചിരുന്നപ്പോൾ വരച്ച പടമാണ് ഗൈസ് ഇത്. പിന്നെ നറൂട്ടോ എന്ന് പറഞ്ഞ ക്യാരക്ടർ. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു ടീമിൻ്റെ പടം. ആ ടീമിലൊരു കളിക്കാരൻ. പിന്നെ വിജയ്. പിന്നെ ഒരു ബ്യൂട്ടിഫുൾ റെയിൻബോ ആണ് ഗൈസ്. ഒരു ചെറിയൊരു താജ്മഹലും ഉണ്ട് ഗൈസ്. അടുത്ത ഒരു പീലി വിടർത്തി നിൽക്കുന്ന ഒരു പീക്കോക്കാണ് ഗൈസ്. ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ ഡ്രോയിങ് ബുക്ക്. ഇനി നമുക്ക് ഡ്രോയിങ് ചലഞ്ചിലോട്ട് പോകാം. ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ ഡ്രോയിങ് ചലഞ്ചിലോട്ട് കടക്കുകയായി. ഗൈസ് നമ്മൾ ടൈമർ വെക്കാൻ പോവാണ് ഗൈസ്. 5 മിനിറ്റാണ് കേട്ടോ ഗൈസ് നമ്മൾ ടൈമർ വെക്കുന്നത്. തുടങ്ങി ഗൈസ്, ഡ്രോയിങ് ചലഞ്ച് തുടങ്ങി. ഗൈസ് നമ്മൾ നേരത്തെ ഞാൻ കാണിച്ച ആ വാച്ചാണ് ഗൈസ് വരയ്ക്കുന്നത്. ഈ വാച്ചാണ് ഗൈസ് നമ്മൾ വരയ്ക്കുന്നത്. ഓഫായിക്കോളും ഗൈസ്, ഓഫായിരിക്കുന്ന ഒരു വാച്ച്. ഇതൊക്കെ വരയ്ക്കാൻ ഇച്ചിരി പാടാണ്, ഞാൻ നേരത്തെ പറഞ്ഞു.
വരച്ചത് ഇത്രയാണ് ഗൈസ്. നമുക്ക് ടൈമർ നോക്കാം ഗൈസ്. 1 മിനിറ്റും കൂടി ഉള്ളു ഗൈസ്. ഇനി ബാക്കി നമ്മൾക്ക് പെട്ടെന്ന് ടൈം തരുന്നാൽ നമ്മൾ എക്സ്ട്രാ ടൈം വെക്കും ഗൈസ്. ഫിനിഷ് ആയില്ലേ നമ്മൾ എക്സ്ട്രാ ടൈം വെക്കും ഗൈസ്. ഞാൻ ഏകദേശം വരച്ച് തീരാറായി. ഗൈസ്, ഈ നമസ്തേട്ട് എൻ്റെ വാച്ച് കണ്ട് ചിരിക്കുകയാണ്. ഗൈസ് ടൈം തീർന്നു ഗൈസ്. നമുക്ക് ഒന്നുകൂടി ടൈം വെക്കാം ഗൈസ്. 3 മിനിറ്റാണ് 5 മിനിറ്റാണ് നമ്മൾ വെക്കണം ഗൈസ്. ടൈം തുടങ്ങി ഗൈസ്. വെച്ചത് 5 മിനിറ്റ് ഗൈസ്. നമുക്ക് വേണമെങ്കിൽ ഇതിന് ഷെയ്ഡ് കൊടുക്കാം ഗൈസ്. ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് കമൻറ്റ് ചെയ്യണം ആരുടെ പടമാണ് നല്ലതെന്ന്. ഒട്ടും മറക്കരുത്. നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ. ഇതൊരു ഫണ്ണി വീഡിയോ ആണ് ഗൈസ്. നിങ്ങൾ പിന്നെ കമൻറ്റ് ഇട്ടാൽ മാത്രം പോരാ, ലൈക്കും കൂടി ഇടണം. ഇഷ്ടപ്പെട്ട ആളുടെ ആ പിക്ചർ കണ്ടിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങൾ വരച്ചല്ലേ, അപ്പം നിങ്ങൾക്ക് ലൈക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഗൈസ് കഷ്ടപ്പെട്ട് വരയ്ക്കുന്നത് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങൾ എന്നും വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾക്കൊരു ഫണ്ടിന് വേണ്ടിയാണ് ഞങ്ങൾ എല്ലാ ദിവസവും എന്നും വീഡിയോ ഇടുന്നത്, എല്ലാ വീഡിയോയും ഇടുന്നത്. അതെ, അപ്പോൾ നിങ്ങൾ അതിന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതെ, ഷെയർ ചെയ്താൽ മാത്രം പോരാ, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടുള്ള ബെൽ ബട്ടനും നിൽക്കുക. വരയ്ക്കാം. എത്ര മിനിറ്റായി നോക്കാം. ഗൈസ്, നമ്മൾ നോക്കാൻ പോവാണ്. ഇനിയൊരു 3 മിനിറ്റ് കാണും ഗൈസ്.
1 മിനിറ്റ് ഉള്ളു ഗൈസ്. അയ്യോ ഗൈസ് നല്ല സ്പീഡിലാണ് ടൈം പോണത്. അതെ, നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ടൈം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യും. നമ്മൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ടൈം വേസ്റ്റ് ആകുകയാണ് ഗൈസ്. ഈ ടൈം തീർന്നാൽ കളി തീരുന്നതാണ് ഗൈസ്. ഈ ലാസ്റ്റ് ടൈമാണ്. കഴിഞ്ഞിട്ടില്ലാൽ 1 മിനിറ്റും കൂടി ടൈം വെക്കും. ആ ടൈമിൽ കഴിയണം. അത് കഴിഞ്ഞേ പറ്റുള്ളൂ. 1 2 3 ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ മുഖം കാണാമോ? ഗൈസ്, എൻ്റെ മുഖം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. കാര്യം ഞങ്ങളുടെ ക്യാമറ അത്രയും ചെറുതാണ് ഗൈസ്. അതെ, ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ പറ്റും ഗൈസ്. പിന്നെ ഇതേപോലത്തെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞങ്ങൾ ഇട്ടോളാം. ഇതേപോലത്തെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ടൈം തീർന്നു ഗൈസ്. ടൈം തീർന്നിരിക്കുകയാണ്. 1 മിനിറ്റും കൂടി ടൈമർ വെക്കുകയാണ് ഗൈസ്. നമ്മൾക്ക് 15 മിനിറ്റ് വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് ടൈം പോകുന്നു അല്ലേ അച്ചു? അതെ, ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റി. നമ്മൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ടൈം വെച്ചാ വെച്ചു. 1 മിനിറ്റ്. നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ടൈം വേസ്റ്റ് ഇനി 1 മിനിറ്റും കൂടെ ഉള്ളൂ. ആ ഓരോ ടൈം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന് വേണ്ടിയാണ്. വേണ്ടിയാണ്. റബ്ബർ എവിടെ? ഞാൻ വെച്ച പിക്ചർ ഇതാണ്. നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാക്കാം. ടൈം തീർന്നു ഗൈസ്. ടൈം തീർന്നു ഗൈസ്. അപ്പം നമ്മുടെ പടം ഇനി നമ്മൾ റിലീവ് ചെയ്യാൻ പോവാണ് ഗൈസ്. ഫസ്റ്റ് പടം കാണിക്കുന്നത് അച്ചു ആണ്. എൻ്റെ പിക്ചർ ഇതാണ്. നിങ്ങൾ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഗൈസ് കണ്ടോ, ഇതാണ് എൻ്റെ വാച്ച്. ഇനി നമുക്ക് എൻ്റെ വാച്ച് കാണിക്കുക. ഗൈസ്, ഇതാണ് എൻ്റെ വാച്ച് ഗൈസ്. ആരുടെ വാച്ചാണ് നല്ലതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. സീ യു. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.